ഇതൊരു 3200 സ്ക്വയർ ഫീറ്റ് ഒരു റെസിഡൻഷ്യൽ പ്രൊജക്റ്റാണ്. ക്ലയൻറ്റിൻ്റെ വലിയൊരു റിക്വയർമെൻ്റ് ആയിരുന്നു. ലൈറ്റിംഗ്, വെൻറ്റിലേഷൻ, ടീക്വുഡ് പ്ലാങ്ക്സ് ആണ് നമ്മളിവിടെ സ്റ്റെയറിൻ്റെ ത്രെഡ്സിനും റൈസേഴ്സിനും അതുപോലെ തന്നെ ലാൻഡിങ്സിനും യൂസ് ചെയ്തിരിക്കുന്നത്. 50 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ നമ്മൾ ലെഡ്ജ് വാൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു 60 സെൻറ്റിമീറ്ററിൻ്റെ ഹാൻഡ് റെയിൽസ്. ടാറ്റ GIയുടെ സ്റ്റീൽ ട്യൂബ്സാണ് ഇവിടെ നമ്മൾ ഈ ലൂവേഴ്സിന് വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്ന സ്റ്റീല്. 40 സീരീസ് അലുമിനിയം വിൻഡോസാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഹായ്, നമ്മുടെ തൊടുപുഴയിലെ മടക്കത്താടെന്ന് പറഞ്ഞ ഒരു ഓൺഗോയിങ് പ്രൊജക്റ്റാണ് വന്നേക്കുന്നത്. ഇതൊരു 3200 സ്ക്വയർ ഫീറ്റ് ഒരു റെസിഡൻഷ്യൽ പ്രൊജക്റ്റാണ്. ഇതൊരു കണ്ടംപററി കൺവെൻഷണൽ ഡിസൈൻ ക്ലബ് ചെയ്തിട്ടുള്ളൊരു റെസിഡൻസാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. ഈ റെസിഡൻസിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മളൊരു ആറ്റിക് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതൊരു കോറിഡോറിലേക്ക് കണക്ട് ചെയ്യുന്നു. അവിടെ നമ്മൾ അകത്തേക്ക് കടന്നു വരുമ്പോൾ ഒരു ലിവിങ് സ്പേസിലേക്കാണ് നമ്മൾ വരുന്നത്. ഈ ലിവിങ് സ്പേസിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഒരു ഫാമിലി ലിവിങ്ങും ഒരു ഓപ്പൺ കിച്ചനുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ പ്രൊജക്റ്റിൻ്റെ ഒരു ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ സൈഡിലുമുള്ള വെൻറ്റിലേഷൻ, ലൈറ്റിങ്ങിന് വലിയൊരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ക്ലയൻറ്റിൻ്റെ വലിയൊരു റിക്വയർമെൻ്റ് ആയിരുന്നു. ലൈറ്റിംഗ്, വെൻറ്റിലേഷൻ. നമുക്ക് ഇതിൻ്റെ എല്ലാ സൈഡിലും നോക്കിക്കഴിഞ്ഞാൽ വലിയ ഡോർ ഓപ്പണിങ്സ് കാണാം. അപ്പോൾ ഹോട്ട് എയർ മുകളിൽ കൂടെ പോകാൻ വളരെ ഈസിയാണ്. അതുപോലെ തന്നെ കോൾഡ് എയർ അകത്തേക്ക് ഇൻടേക്കും ഉണ്ടാവും. ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്, ഈ പ്രൊജക്റ്റിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് 2 ബെഡ്റൂംസാണ്. അതുപോലെ തന്നെ ഒരു സ്റ്റെയറിന് താഴെയായിട്ട് നമ്മളൊരു കോമൺ ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഒരു ഓപ്പൺ കിച്ചൺ, വൈഡ് ഓപ്പൺ കിച്ചൺ ഇവിടെ കാണാം. വൈഡ് ഓപ്പൺ കിച്ചൺ വിത്ത് ഒരു ചെറിയൊരു വർക്ക് ഏരിയ. സ്റ്റെയർ ഏരിയയിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു വൈഡ് ലൈറ്റിംഗ്, അതായത് ഇവിടെ വരുന്ന റിഫ്ലക്റ്റീവ് റിപ്പലൻറ്റ് ഗ്ലാസ് ആണ് നമ്മൾ കൊടുക്കുന്നത്, സോളാർ റിപ്പലൻറ്റ് ഗ്ലാസ്. അതുപോലെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ടോട്ടൽ ഏരിയയിൽ നമ്മൾ ഈ സോളാർ റിപ്പലൻറ്റ് ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് റിഫ്ലക്റ്റീവ്, അതായത് സോളാർ റിഫ്ലക്റ്റീവ് ഗ്ലാസ് എന്നും ഇതിനെ പറയാം. ഇവിടെ ടീക്വുഡാണ്, ടീക്വുഡ് പ്ലാങ്ക്സ് ആണ് നമ്മളിവിടെ സ്റ്റെയറിൻ്റെ ത്രെഡ്സിനും റൈസേഴ്സിനും അതുപോലെ തന്നെ ലാൻഡിങ്സിനും യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് പോകുമ്പോഴും റെസ്റ്റിക് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കോട്ട സ്റ്റോൺ ഫ്ലോറിംഗ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടോട്ടലി ഈ പ്രോജക്റ്റിൽ കോട്ട സ്റ്റോൺ ഫ്ലോറിംഗ് മാത്രമേ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. ഈ ഒരു സ്പേസിലേക്ക് വരുമ്പോൾ നമുക്ക് ഏകദേശം ഇതിൻ്റെ ലൈറ്റിങ്ങിന് എന്തോരം പ്രാധാന്യമുണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ഏകദേശം ഇതിൻ്റെ 3 സൈഡിലും റിഫ്ലക്റ്റീവ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഗ്ലാസ് ഏരിയയിൽ നിന്ന് 2 ഓപ്പണിങ്സ് ആണ് പുറത്തേക്കുള്ളത്. 2 ഓപ്പൺ ബാൽക്കണി ഉണ്ട്. ഇവിടെ നമ്മൾ ഫ്രണ്ടിൽ 2 സൈഡിലും, ഇതിൻ്റെ ആ സൈഡിലും ഈ റെസിഡൻസിൻ്റെ ഈ സൈഡിലും നമ്മൾ പ്ലാന്റർ ബോക്സസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഏകദേശം ഒരു 60 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ, 30 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ നമ്മൾ ലെഡ്ജ് വാൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു 60 സെൻറ്റിമീറ്ററിൻ്റെ ഹാൻഡ് റെയിൽസ് വരും. അത് സേഫ്റ്റി പർപ്പസിന് വേണ്ടി മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ സൈഡിലും ഇതുപോലെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്തേക്കണേ. ഈ ഏകദേശം ടാറ്റ GIയുടെ സ്റ്റീൽ ട്യൂബ്സാണ് ഇവിടെ നമ്മൾ ഈ ലൂവേഴ്സിന് വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്ന സ്റ്റീല്. ഇത് ഏകദേശം സ്റ്റീൽ ഗ്രേയും ടീക്വുഡ് പെയിൻറ്റ് ഫിനിഷും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് സോളാർ റിപ്പലൻറ്റ് ഗ്ലാസ് വരുന്നത്. ഇതിൻ്റെ ടോപ്പ് പോർഷനിലേക്ക് വരികയാണെങ്കിൽ 2 സൈഡിലും പെർഫോറേറ്റഡ് ഷീറ്റ്സ് വരുന്നുണ്ട്. ആ പോർഷനാണ് പെർഫോറേറ്റഡ് ഷീറ്റ്സ്. താഴെ ഗ്ലാസും മുകളിൽ പെർഫോറേറ്റഡ് ഷീറ്റ്സും കൊടുക്കുന്നു. എന്താ വെച്ചാൽ നമ്മുടെ ഈ റൂമിൽ വരുന്ന ഹോട്ട് എയർ ഇത് മുകളിൽ കൂടെ കടന്നു പോകാനായിട്ടാണ് നമ്മൾ 3mm പെർഫോറേറ്റഡ് ഷീറ്റ്സ് കൊടുക്കുന്നത്. ഇവിടെയെല്ലാം നമുക്ക് ഹാൻഡ് റെയിൽസ് വരുന്നതെല്ലാം ഗ്ലാസ് ഹാൻഡ് റെയിൽസ് ആണ്. ഈ റെസിഡൻസിൻ്റെ 2 സൈഡിലായിട്ട് ഈ വൈഡ് ഓപ്പണിങ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ഒരു ഓപ്പൺ കോർട്ട്യാർഡ് പോലത്തെ ഒരു ഏരിയയിലേക്കാണ്. നമുക്കൊന്ന് റിലാക്സ് ചെയ്തിരിക്കാവുന്ന ഒരു ഏരിയ. ഇവിടെ വരുന്നത് ഏകദേശം നമ്മൾ 4 ഫീറ്റിൽ ടഫൻ ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. MS സ്ട്രക്ചറിൽ ടാറ്റ GIയുടെ MS സ്ട്രക്ചേഴ്സ്
നമ്മൾ എലിവേഷൻ പർപ്പസിനായിട്ട് ഇതുപോലെ തന്നെ എല്ലാ ആംഗിളിലും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടേക്ക് വരികയാണെങ്കിൽ ഈ ബെഡ്റൂംസിൻ്റെ ഓപ്പണിങ്സ് ഒക്കെ വളരെ വൈഡാണ്. അതായത് വളരെ 3 മീറ്ററിൻ്റെ ലോങ് വിൻഡോസാണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്താണെന്ന് വെച്ചാൽ 40 സീരീസ് അലുമിനിയം വിൻഡോസാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലോങ് ഗ്രിൽസ്. ഈ 40 സീരീസ് വിൻഡോൻ്റെ മുൻപിലായിട്ട് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് പ്ലാന്റർ ബോക്സ് ആണ്. ഇത് കുറച്ച് ഓഫ്സെറ്റിലേക്കാണ് നമ്മൾ വിൻഡോ ചെയ്തിരിക്കുന്നത്. അതൊരു പ്രൈവസി സ്പേസിന് വേണ്ടിയിട്ടാണ് അതൊരു ഓഫ്സെറ്റിലേക്ക് കൊടുത്തിരിക്കുന്നത്. അത് എല്ലാ ബെഡ്റൂംസിലും നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ മുകളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും മുകളിലെ ബെഡ്റൂംസിനും അതുപോലെ തന്നെ ഓപ്പണിങ്സ് ഉണ്ട്, ലോങ് വിൻഡോസ്. മെജോറിറ്റി ഓഫ് ഇതിൻ്റെ വെന്റിലേറ്റേഴ്സ് ആൻഡ് വിൻഡോസ് എല്ലാം നമ്മൾ പോയിരിക്കുന്നതെല്ലാം 40 സീരീസ് വിൻഡോസാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും സ്റ്റെയറിൻ്റെ ഫ്രണ്ടിലായിട്ട് ലോങ് ഗ്ലാസ് ഏരിയ. ആ സ്റ്റെയർ ഏരിയയിലേക്ക് മാക്സിമം ലൈറ്റിംഗ് പ്രൊവൈഡ് ചെയ്യാനാണ് നമ്മളിവിടെ ഒരു ഗ്ലേസിംഗ് സ്ട്രക്ചർ കൊടുത്തേക്കുന്നത്. ഇനി വിൻഡോസിലേക്ക് പോവുകയാണെങ്കിൽ 40 സീരീസ് കൺസിഡർ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ക്ലയൻറ്റിൻ്റെ ഒരു നിർബന്ധമായിരുന്നു ക്ലയൻറ്റിന് സ്വിങ് ടൈപ്പ് വിൻഡോ തന്നെ വേണമെന്നുള്ളത്. എന്നാൽ അതൊരു ചെതലോ അങ്ങനെ ഒരു കാര്യമോ ഇതിന് വരാൻ പാടില്ല എന്നുള്ളൊരു കാരണം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ 40 സീരീസ് വിൻഡോസ് സ്റ്റീൽ ഗ്രേ കളറിലാണ് പൗഡർ കോട്ട് ചെയ്തിട്ടാണ് ഈ പ്രൊജക്റ്റിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്. ഈ പ്രൊജക്റ്റ് നമ്മൾ ഏകദേശം ഒരു കംപ്ലീഷൻ സ്റ്റേജിലാണ്. ഇപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്ക്സ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2-3 മന്ത്സിൽ ഇത് ഹാൻഡ് ഓവർ ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ്, ഓവറോൾ സിവിൽ കൺസ്ട്രക്ഷൻ, ഇൻറ്റീരിയേഴ്സ് ഇതെല്ലാം ഇപ്പോൾ ഏകദേശം ഒരു കംപ്ലീഷൻ സ്റ്റേജിലാണ്.